അപ്പം എല്ലാവർക്കും നമസ്കാരം. അതായത് ഇന്ന് ഒരു അവധി ദിവസമായതുകൊണ്ട് കുറച്ച് മാവ് അരച്ച് വെച്ചു. നെയ്യപ്പം ചുട്ട് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് അത് ശരിയാവോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിക്കാം. ഓക്കെ, ഇതാണ് മാവ്. അതെനിക്ക് അറിയില്ല അത് കറക്റ്റാണോ, അതിൻ്റെ കൂട്ട് കറക്റ്റാണോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും ഒന്ന് ട്രയൽ നോക്കിയാണ്. ഇതിനു മുമ്പ് ഉണ്ടാക്കിയപ്പോഴും ശരിയായില്ലായിരുന്നു, പക്ഷേ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചോളൂ, കാരണം ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിയാവും ഇല്ലയെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചുള്ളൂ. ശരിയായില്ലെങ്കിൽ നമ്മളിത് ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് മാറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒഴിച്ചു നോക്കാം, അല്ലേ ചൂടായോ ഇല്ലേന്ന്. ഒരു സ്പൂണ് ഒഴിച്ച് നോക്കി, ശരിയായോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നോക്കാം. അയ്യോ, രക്ഷയില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതിങ്ങനെ ആയിട്ടുണ്ട്. ശരിയായെന്ന് തോന്നുന്നു. ആദ്യത്തെ പരീക്ഷണം കുഴപ്പമില്ല. ആദ്യത്തെ അല്ല, രണ്ടാമത്തെ പരീക്ഷണമാണ്. ആദ്യത്തെ പരീക്ഷണം ഫ്ലോപ്പായിപ്പോയി. ഇത് രണ്ടാമത്തെ പരീക്ഷണമാണ്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി ഇത് കഴിച്ച് നോക്കിയാൽ അറിയാം എങ്ങനെ ഇരിക്കുമെന്ന്. ഇനി കുറച്ച് ഉണ്ണിയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെയിം നെയ്യപ്പം ഉണ്ടാക്കിയ അതേ മാവ് തന്നെയാണ്. അപ്പം അത് അറിയില്ല അതെങ്ങനെയാവോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാൽ ബാക്കി കുറച്ച് മാവ് ഇരുന്നുകൊണ്ട് അതും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നോക്കാം എങ്ങനെയായി വരുമെന്ന്. കുഴപ്പമില്ല, നല്ലതായിട്ട് വരുന്നുണ്ട്. ഞാൻ എന്നിട്ടിത് മറിച്ചിട്ട് നോക്കിയിട്ട് കാണിക്കാം. നല്ലൊരു ചെറിയ ബ്രൗൺ നിറമൊക്കെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഇനി ടേസ്റ്റും ഒന്ന് കഴിച്ചൊക്കെ പറയാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അപ്പം ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ ഈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മളുണ്ടാക്കിയ ഉണ്ണിയപ്പവും നെയ്യപ്പവും ഈ ഷേപ്പിലാണ് കിട്ടിയത്. ടേസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ബൈ.